ഏതായാലും ജിതിൻ ഉണ്ട്, അർജുൻ്റെ ബന്ധു. ജിതിനെ ഇപ്പോൾ എപ്പോൾ ക്രെയിൻ എത്തി ഇന്നത്തെ ഒരു തെരച്ചിൽ തുടങ്ങും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്? ഇല്ല, ക്രെയിൻ ഇന്നലെ അറിയാൻ പറ്റിയത് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതിൻ്റെ ഒരു സമയമോ ഒന്നും ഇതുവരെ നമ്മളെ അറിയിച്ചിട്ടില്ലായിരുന്നു. മാൽപ്പേ സംഘം 10 മണിയോടെ ഇറങ്ങും തന്നെയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ഇന്നലെ അത്രയും നേരം അവിടെ ഡൈവ് ചെയ്തതിന് ശേഷം ആ ക്ഷീണം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കും അവർ 10 മണി എന്ന് പറഞ്ഞത്. 10 മണിയാകുമ്പോൾ അവർ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ പുഴ, ഗംഗാവലി പുഴ ചെളി നിറഞ്ഞ കലങ്ങിയ വെള്ളമാണ്. അതൊരു വിസിബിലിറ്റി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിസിബിലിറ്റി പ്രശ്നമുണ്ട്. പക്ഷേ ഒഴുക്ക് പൂർണ്ണമായിട്ട് വളരെയധികം കുറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. വിസിബിലിറ്റി പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒഴുക്ക് കുറഞ്ഞത് ഒരു വലിയ ആശ്വാസം. ഒഴുക്ക് പിന്നെയും ഇന്നലത്തിലും ഒരുപാട് കുറഞ്ഞല്ലോ. വെള്ളം പതിയെ അതിൻ്റെ ഒരു ലാഘവത്തോടെയാണ് ഒഴുകുന്നത്. ഡ്രഡ്ജർ തിങ്കളാഴ്ച തന്നെ എത്തുമെന്ന് ഉറപ്പുണ്ടോ? എന്താ അതിൽ? ആ ഒരു ഉറപ്പാണ് പറഞ്ഞത്. തിങ്കളാഴ്ച എത്തിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇന്ന് ക്രെയിൻ വെച്ച് ആ മരമൊക്കെ മാറ്റി കഴിഞ്ഞ് ഒരു വണ്ടി കണ്ടാൽ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. സമയം മാത്രമാണ്. അതെ, എപ്പോഴത്തെ ക്രെയിൻ മാത്രം ആദ്യം എത്തിയിട്ടും കാര്യമില്ല, ഡൈവേഴ്സ് ആദ്യം എത്തണം. അത് അവർ തമ്മിൽ കമ്പൈനായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. അതാണ് ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. വലിയ പ്രതീക്ഷ എന്നും പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് ഇത് മാറുന്നില്ല എന്നുള്ളൂ. അതാണ് പറയുന്നത്. അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഓപ്പറേഷൻ എന്നത് മുങ്ങൽ വിദഗ്ധരും ഒപ്പം തന്നെ ക്രെയിനും ഒരുമിച്ച് ചേർന്നാണ്. മുങ്ങൽ വിദഗ്ധരും ക്രെയിനും ചേർന്ന് മണ്ണിനടിയിലെ മരങ്ങളും കല്ലും ഒക്കെ മാറ്റിയതിനു ശേഷം അതിനടിയിൽ ലോറി ഉണ്ടോ എന്ന് നോക്കും. മാത്രമല്ല ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുമ്പോൾ ആഴവും ഒരു പ്രശ്നമാണ്. അങ്ങനെ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുകൂടിയുണ്ട് ഈ ക്രെയിനിൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും. തെരച്ചിൽ ഇന്ന് നിർണായകമാകുക. ക്രെയിൻ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആകുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വ്യാപകമായ തെരച്ചിലല്ല, കയർ കിട്ടിയ സ്ഥലത്ത് ഒരു അടയാളപ്പെടുത്തൽ നടത്തി അവിടെ മാത്രം മുങ്ങൽ വിദഗ്ധരും ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്തരീക്ഷം മഴ ഒന്നും ഇല്ല എന്നതും തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് എന്നതും വലിയ ആശ്വാസമാണ്. ഒപ്പം ഒഴുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ അറിയാം, നമുക്ക് ഈ തെരച്ചിലിന് മുങ്ങൽ വിദഗ്ധർ ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധിയായി അവർക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് ഈ പുഴയുടെ ഒഴുക്കായിരുന്നു. അത് 4 നോട്ട്സിന് മുകളിലേക്കൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2.1 നോട്ട്സ് ആയിരുന്നു. അത് വളരെ കുറവാണ് ആ ഒഴുക്ക്. പക്ഷേ ഇപ്പോൾ അതിലും കുറവാണ്. അതായത് വെള്ളം പുഴ ഒഴുകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, കെട്ടിക്കിടക്കുന്നത് പോലെയാണ് ഈ വെള്ളത്തെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അതായത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ ഒഴുക്ക് കുറഞ്ഞു നിൽക്കുന്നത് ഒരു വലിയ അനുകൂലമായ ഘടകമാണ് ഇന്നത്തെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഡ്രഡ്ജർ ഇവിടെ എന്നെത്തും, തിങ്കളാഴ്ച എത്തുമെന്നൊരു ഉറപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതിന് വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അതൊക്കെ മറികടന്ന് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന സ്ഥലത്ത് മണ്ണും ചെളിയും കല്ലും ഒക്കെ തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയാൽ ലോറി അതിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അവിടെ നിന്നാണ് കയർ ലഭിച്ചത്. ആ കയറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ബാക്കി അവിടെയുണ്ട്. ആ കയറിൻ്റെ ഭാഗം ഇപ്പോൾ ലക്ഷ്മണ നായിക്കിൻ്റെ കടയോട് ചേർന്നൊരു മരമുണ്ടായിരുന്നു. ആ മരമാണ് പുഴയിലേക്ക് വീണത്. ആ മരത്തോട് ചുറ്റി ഈ കയറുകൾ കിടപ്പുണ്ട് എന്നതാണ് ഈശ്വർ മാൽപ്പേ അടക്കമുള്ള സംഘം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ആ സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് അതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് അവിടേക്ക് തെരച്ചിൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം തെരച്ചിലിന് അനുകൂലമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി ഫെലിക്സ്. ഏതായാലും ഏകദേശം 10 മണിയോടുകൂടിയൊക്കെ ഈ തെരച്ചിൽ ഇന്ന് ആരംഭിക്കുമായിരിക്കും. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതോടുകൂടിയാണ് കൂടുതൽ വിശദമായ തെരച്ചിൽ സാധ്യമാവുക. അല്ലാത്തിടത്തോളം എത്രത്തോളം അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഇന്ന് വളരെ കാര്യക്ഷമമായി തന്നെ ഇന്നും തെരച്ചിലിന് ഇറങ്ങുന്നുണ്ട് സംഘം.